അതെ, ഞാനിന്ന് കപ്പ കൊണ്ട് വറ്റലപ്പമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കപ്പ ചെറിയ പീസാക്കിയിട്ട് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 4-5 നമ്മുടെ കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയതും 1/4 കപ്പ് പഞ്ചസാരയും 4 ഏലക്കയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അരച്ച കൂട്ടൊഴിച്ചതിന് ശേഷം ഒരു സിൽവർ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കുള്ള വെള്ളം ഒരു വിടാതിരിക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്കൊരു 40 മിനിറ്റ് ഇതിൽ നിന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇനി ഞാൻ തന്നെ ഇതുപോലൊരു ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കപ്പ കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് കുക്ക് വിത്ത് കോമാളി എന്ന് പറഞ്ഞ ഷോയിൽ നിന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.